ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? അപ്പോൾ കനത്ത മഴ, അതിനൊക്കെ ശേഷം വയനാട് ഉരുൾപൊട്ടൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതിനാണ് കുറച്ച് ബ്രേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ എനിവേസ് മറ്റൊരു UFC വിശേഷവുമായിട്ട്, വാർത്തയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാന വാർത്ത നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഉമർ നൂർമാഗോമെഡോവ്, അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് വരുവാണ്. ഈ ഉമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹബീബിൻ്റെ കസിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ് UFC ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാൻ വയ്യാത്ത പേരുകളൊക്കെ ആയിട്ടാണ് ഫൈറ്റ് ചെയ്തത്. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഫൈറ്റാണ്. അൺബീറ്റൻ ആണ് ഉമർ. അപ്പോൾ എല്ലാ നൂർമാഗോമെഡോവ് ക്യാമ്പിൽ നിന്നുള്ള ഫൈറ്റേഴ്സിനെയും പോലെ തന്നെ ഒരു നല്ല ഗ്രാഫുള്ളൊരു ഫൈറ്ററാണ്. ചാമ്പ്യൻഷിപ്പ് മെറ്റീരിയലാണ്. ഇപ്പോൾ ഹബീബ് ചാമ്പ്യനായി, ഇസ്ലാം ചാമ്പ്യനായി. പിന്നെ ഇപ്പോൾ ഈ ഉസ്മാനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്. ഉസ്മാൻ UFC ബെലട്ടോറിൽ ചാമ്പ്യനൊക്കെ ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് സ്ട്രിപ്പ് ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവരും നല്ല ഉഗ്രം ഫൈറ്റേഴ്സാണ്. അപ്പോൾ അതുപോലെ ഉമർ. അപ്പോൾ ഉമറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഉമറിൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്. അപ്പോൾ ഈ ഉമറിനെ കുറിച്ചും പറഞ്ഞേക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ച് ഉമർ ഇപ്പം വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. വളർന്നു വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫൈറ്റ് സാൻഡ് ഹേഗൻ്റെ കൂടെയാണ് ഫൈറ്റ്. ഈ ഫൈറ്റ് ജയിക്കുകയാണെങ്കിൽ ഒരു ഫൈറ്റും കൂടെ, ആ ഫൈറ്റിന് ശേഷം എനിക്ക് തോന്നുന്നു ഷോൺ ഒമേലിയുടെ കൂടെ, അല്ലെ ആരാണോ ചാമ്പ്യൻ അതിൻ്റെ കൂടെ ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഉമറിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഈ ഉമറിൻ്റെ കൂടെ അബുദാബിയിൽ വെച്ചാണ് ഫൈറ്റ് നടക്കുന്നത് എന്ന് തോന്നുന്നു, അല്ലേ? അവിടെ എവിടെയാണ് ഉമറിൻ്റെ കൂടെ ഹബീബ് വരുന്നുണ്ടായിരിക്കും എന്നാണ് ഉമർ കൺഫേം ചെയ്തത്. പിന്നെ ഹബീബ് മാത്രമല്ല, ഹബീബിൻ്റെ കോച്ചായിട്ടുള്ള അമേരിക്കൻ കിക്ക് ബോക്സിംഗ് അക്കാഡമിയിലെ കോച്ച് ഹേവിയർ മെൻഡിസും അദ്ദേഹത്തിൻ്റെ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കളിക്കിടയിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഫൈറ്റിനിടയിലൂടെ അപ്പോൾ ഹബീബ് എന്തായാലും UFC ഫൈറ്റ് നൈറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കോണർ മെഗ്രഗറോട് ഒന്ന് വരികയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അല്ലേ? അതൊന്നും സംഭവിക്കത്തില്ലായിരിക്കും. ഓക്കെ, ബട്ട് എനിവേസ് അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഉമറിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഉമർ അത്യാവശ്യം സൂപ്പർ ഫൈറ്ററാണ്. എന്താണ്, പൊതുവേ ദാഗിസ്ഥാനീസിനെ കുറിച്ചുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ റെസ്ലിംഗ് മാത്രമാണ്. ഉമർ അങ്ങനെയല്ല. ഉമർ ഏകദേശം ഒരു ഇസ്ലാമിനെ പോലെയാണ്. അതായത് റെസ്ലിംഗ് ഉണ്ട്, സ്റ്റാൻഡപ്പും സൂപ്പറാണ്. എസ്പെഷ്യലി പുള്ളിയുടെ ഒരു കിക്ക് കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിക്കൊക്കെ ഉണ്ട്. നല്ലൊരു ടാലൻറ്റഡ് ഫൈറ്ററാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഉമറിൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൈറ്റാണിത്. കാരണം സാൻഡ് ഹാഗൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, മെയിൻ ഫ്രെയിം ഫൈറ്ററാണ്. അതാണല്ലോ, ഈ മെയിൻ ഫ്രെയിം ഫൈറ്റേഴ്സിനെ തോപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാൻഡ് ഹാഗൻ അങ്ങനെ ഒരു മെറ്റീരിയലാണ്. കാരണം സാൻഡ് ഹാഗൻ ഉമറിനെ പോലല്ല, ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ ആൽജോയിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ ചാമ്പ്യനായിരുന്നു. പിന്നെ പീറ്റർ യാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ ഒരു കൊമ്പനായിരുന്നു പുള്ളി. പിന്നെ ഫ്രാങ്കി എഡ്ഗറിൻ്റെ കൂടെ ലെജൻഡാണ്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സാൻഡ് ഹാഗന്. ഉമറിന് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല UFC. ഓഫ് കോഴ്സ് അൺബീറ്റൻ ആണ്, പക്ഷേ UFC ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, 4-5 തവണ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് കേൾക്കാത്ത പേരുകളൊക്കെയാണ്. അപ്പോൾ ഉമറിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ, പക്ഷേ രണ്ടുപേരെ സാൻഡ് ഹാഗനെ സംബന്ധിച്ച് വലിയ ഭയം ഉണ്ടാവത്തില്ല. അതുപോലെ ഉമറിനെ സംബന്ധിച്ചും സത്യം പറഞ്ഞാൽ ടെൻഷൻ ആവേണ്ടതാണ്, പക്ഷേ ടെൻഷൻ കാണത്തില്ല. കാരണം അവരുടെ ക്യാമ്പിൽ ഹബീബുണ്ട്, പിന്നെ ഹേവിയർ മെൻഡിസ് ഉണ്ട്. ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും, ഒരു പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഹബീബിനെ കാണാനാണ് എക്സൈറ്റഡ് ആണ്. ഹബീബ് ഉണ്ടാവുമല്ലോ, ക്യാമ്പിൽ ഉണ്ടായിരിക്കും. പിന്നെ ഈ ഫൈറ്റ് ഇത് സാധാരണ നമുക്ക് ഞായറാഴ്ചകളിൽ രാവിലെ 8:30 അല്ലേ തുടങ്ങുന്ന മെയിൻ ഇവൻറ്റ്. പക്ഷേ ഇത് അബുദാബിയിൽ നടക്കുന്നുണ്ട്. അബുദാബിയിലോ സൗദി അറേബ്യയിലോ, അബുദാബിയിലാണെന്നാണ് എൻ്റെ വിശ്വാസം, നടക്കുന്നുണ്ട്. നമുക്ക് ശനിയാഴ്ച 9:30 പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യും. പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള ഫൈറ്റ്. അപ്പോൾ അതിനകത്ത് ടോണി ഫെർഗൂസൺ ഉണ്ട്. ടോണി ഫെർഗൂസൺ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ടോണി ആരാധകർക്കൊരു ഉഗ്രൻ ഇതാണ്. ടോണി എപ്പോഴത്തെയും പോലെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ആരോ പത്രക്കാർ ചോദിച്ചു, ടോണി ഇത് ലാസ്റ്റ് ഫൈറ്റ് ആയി കൂടെ? അപ്പം ടോണി പറഞ്ഞു, നീ പോയി പണി നോക്കടാ, നീ ലാസ്റ്റ് ഫൈറ്റ്. ഡാന വൈറ്റ് പറഞ്ഞത് ലാസ്റ്റ്, ഡാന വൈറ്റിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു, ഇത് എൻ്റെ ലാസ്റ്റ് ഫൈറ്റ് ഒന്നുമില്ല. പുള്ളിക്ക് ഒരു ഫൈറ്റിങ്ങിൻ്റെ മെഷീനാണ് ടോണി. ജയിച്ചാലും തോറ്റാലും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടോണി ഫൈറ്റ് ഉണ്ട്, പ്രിലിംസിലാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് പ്രിലിംസിൽ ടോണിയുടെ ഫൈറ്റ്. ബട്ട് എനിവേസ് എവിടെയാണെങ്കിലും ടോണി തന്നെയാണ്. അപ്പോൾ ആ 9:30 തുടങ്ങും. പിന്നെ മെയിൻ ഇവൻറ്റുകൾ തുടങ്ങുന്നത് 12:30, രാത്രി 12:30. ശനിയാഴ്ച രാത്രി 12:30 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയി കഴിഞ്ഞു.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച എപ്പോഴത്തേയും പോലെ ഒരു 8:30 ആകുമ്പോഴത്തേനും നിങ്ങൾ കളി അന്വേഷിച്ചപ്പോൾ കളി കാണത്തില്ലായിരിക്കും. കാരണം ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.